യോ ഗായ്സ്, ഇന്ന് ഞാൻ ഹെൽത്ത് പാരഡൈസ് സീസൺ 2 4ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ കൂടി ഉണ്ടായിരുന്നു. അതിൽ അവരെല്ലാം ഒരുമിച്ച് കൂടി ഷിയോന്റെ നേതൃത്വത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യാനിരിക്കെ ഷൂഗനും അയാളുടെ ഗ്രൂപ്പും ആ എൻഡിൽ എത്തുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇനി നമുക്ക് തുടർന്ന് ബാക്കി 4ാമത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ കപ്പലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഷൂഗനെയും അയാളുടെ ഒപ്പമുള്ള ഗ്രൂപ്പിനെയും കാണിക്കുന്നു. എലിക്സർ ഓഫ് ലൈഫ് കണ്ടുപിടിക്കാൻ അയച്ച ആദ്യത്തെ ഗ്രൂപ്പിനെ 2 ദിവസമായിട്ടും കാണാഞ്ഞതിനാലാണ് ഈ പുതിയ ഗ്രൂപ്പിനെ ഷോഗൻസ് നിയമിച്ചത്. അതിൽ യാമദ ക്ലാനിലെ ഷൂഗൻ അടങ്ങുന്ന 4 മെമ്പേഴ്സും അവരോടൊപ്പം 4 ഇവകാക്കുര നിഞ്ചാസും അതോടൊപ്പം അവരെ സേവിക്കാനായി 50ഓളം സബോർഡിനേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരോടൊപ്പം ഔക്കി എന്ന ഷോഗനൈസിന് അണ്ടറിലുള്ള ഒരു സമറയും വിടുന്നു. അയാൾ ഇത്രയും ഫോഴ്സിനെ പറഞ്ഞു വിടേണ്ട ആവശ്യത്തിനെ പറ്റി ആലോചിക്കുന്നു. എന്നാൽ ഈ നിഞ്ചാസിന്റെ ലീഡറിന് വേറെ എന്തോ പദ്ധതിയുണ്ട് എന്ന് അയാൾ സംശയിക്കുന്നു. അങ്ങനെ അയാൾ ഷൂഗനോട് നിങ്ങൾക്ക് ഇത്രയും പേരെ മാനേജ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. പോരാത്തതിന് ഷൂഗന്റെ ഒപ്പമുള്ള ബാക്കി 2 പേർ അൺറാങ്ക്ഡ് മെമ്പേഴ്സാണ്. പക്ഷേ ഷൂഗൻ പറയുന്നു, താങ്കൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട. റാഗിങ് ഇല്ലാത്തത് ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. ആ ചെറുതിനെ കണ്ടില്ലേ, അവന്റെ പേരാണ് കിയോമാറു. അവന് പ്രായമാകാത്തതുകൊണ്ടാണ് റാങ്ക് ലഭിക്കാത്തത്. എന്നിരുന്നാലും സ്കിൽസിൽ അവൻ ടോപ്പ് 2 സ്റ്റുഡൻസിൽ പെട്ടതാണ്. പിന്നെയുള്ളത് ഇസൂസുവാണ്. പെണ്ണായതുകൊണ്ട് മാത്രമാണ് അവൾക്ക് റാങ്ക് ലഭിക്കാഞ്ഞത്. പക്ഷേ അവളും ഒരു പവർഫുൾ ആൻഡ് മാഗ്നിഫിസന്റ് ഫൈറ്ററാണ്. ഷോഗനൈസിന് വരെ ട്രെയിനറായി അവൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ സ്കിൽഫുള്ളായ ജിക്കയുമുണ്ട്. പക്ഷേ ജിക്ക വേറെ ആരും ഇല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ ഷൂഗൻ, ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവർ വെറുതെ സൂപ്പർവൈസ് ചെയ്യാനല്ല, ഞങ്ങളുടെ ബാക്കിയുള്ള മെമ്പേഴ്സിന് വേണ്ടി എന്ത് തന്നെ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴേക്കും അയാളുടെ അടുത്തേക്ക് കിയോമാറു എത്തി, തനിക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവെന്താന്ന് കാണിക്കാടാ കള്ളക്കളവ എന്ന് പറയുന്നു. എന്നാൽ ഇസൂസു അത് കേട്ട് അവനോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. എന്നാൽ അവൻ്റെ കഴിവിനെ അയാൾ സംശയിച്ചത് അവനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ കിയോമാറു, എന്നാൽ ഞാൻ ഈ നിഞ്ചകളെല്ലാം കൊന്നു കാണിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ആ നിഞ്ച അത് അംഗീകരിക്കുന്നു. അങ്ങനെ കിയോമാറു തൻ്റെ വാള് വീശി ആ നിഞ്ചയുടെ മാസ്ക് മുറിച്ച് കളയുന്നു. പക്ഷെ എന്നിട്ടും അവർക്കൊന്നും ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്നത് കണ്ട് കിയോമാറു ആശ്ചര്യപ്പെടുന്നു. എന്നാൽ പെട്ടെന്ന് ഇസൂസ് വന്ന് അവൻ്റെ കഴുത്തിൽ സോഡ് വെച്ച് അടങ്ങി നിൽക്കാൻ പറയുന്നു. ഇതെല്ലാം കണ്ട ഔക്കിക്ക് ഇവർക്കെല്ലാം ഭ്രാന്താണെന്ന് മനസ്സിലാകുന്നു. അപ്പോഴേക്കും ആ 4 നിഞ്ചാസിൻ്റെ ലീഡർ അങ്ങോട്ടേക്ക് വന്ന്, നിങ്ങളുടെ ഒരാവശ്യവും ഞങ്ങളോട് ചോദിക്കാൻ മടിക്കണ്ട. കാരണം ഞങ്ങൾ നിഞ്ചാസിൻ്റെ ലൈഫ് എപ്പോഴും അവരുടെ മാസ്റ്ററിൻ്റെ കൈകളിലാണ്. ഈ മിഷനിൽ നിങ്ങൾ യാമദ മെമ്പേഴ്സാണ് ഞങ്ങളുടെ മാസ്റ്റേഴ്സ്. ഇനി സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ ആരെയെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനെ അയാളെ കൊന്നോ കടലിലേക്ക് വലിച്ചെറിഞ്ഞോ നിങ്ങൾക്ക് ഞങ്ങളുടെ ലോയൽറ്റി എന്താണെന്ന് മനസ്സിലാക്കി തരാം. അങ്ങനെ കിയോമാറു അയാളിത് വെറുതെ പറയുന്നതാണെന്ന് തോന്നി അവരുടെ ലീഡറിനോട് തന്നെ ലോയൽറ്റി പ്രൂവ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അയാൾ ആ റിക്വസ്റ്റ് വളരെ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്യുന്നു. ശേഷം അയാളുടെ ലീഡർ സ്ഥാനം തൊട്ടടുത്ത നിഞ്ചയ്ക്ക് നൽകിയതിനു ശേഷം അയാൾ തന്റെ കത്തിയെടുത്ത് ഒരു പാട്ടും പാടിക്കൊണ്ട് സ്വന്തം കഴുത്ത് വെട്ടി അവിടെ വീണു മരിക്കുന്നു. ഇത് കണ്ട എല്ലാവരും തരിച്ചു നിൽക്കുന്നു. അങ്ങനെ അവരുടെ അടുത്ത ലീഡർ എഴുന്നേറ്റ്, ഞങ്ങൾ നിഞ്ചകൾക്ക് സ്വന്തമായ ആഗ്രഹങ്ങളോ വികാരങ്ങളോ ഇല്ല. ഞങ്ങളെ ഗ്രേറ്റസ്റ്റ് ഡിസയർ തന്നെ ഒരു ബെറ്റർ ടൂളായി വർക്ക് ചെയ്യുക എന്നതാണ്. അതിനാൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണമെന്ന് അവർ പറയുന്നു. അതേസമയം കിയോമാറു ഇവർ വളരെ വിയേഡാണെന്ന് പറയുന്നു. അതേസമയം തന്നെ അവരുടെ യഥാർത്ഥ മിഷൻ എന്താണെന്നും കാണിക്കുന്നു. നിങ്ങൾ അവരോടൊപ്പം പോയി ആ ഗബിമാറുവിനെ കൊല്ലണം. അവൻ ആ മിഷന് വിടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനി നിങ്ങൾ അവനെ കണ്ടാൽ അവനെ കൊന്ന് അവൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തണം. അതിനാൽ തന്നെ ഇനി മുതൽ നിങ്ങളുടെ ഒരേയൊരു ലക്ഷ്യം ഗബിമാറുവിന്റെ മരണമായിരിക്കണം. അങ്ങനെ കിയോമാറു നമുക്കിവരെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ഷൂഗനോട് ചോദിക്കുന്നു. എന്നാൽ ഷൂഗൻ, എനിക്ക് ആദ്യം മുതലേ തന്നെ അവരെ വിശ്വാസമില്ലായിരുന്നു. ഇവരും ക്രിമിനൽസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ എലിക്സർ ഓഫ് ലൈഫ് കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അപ്പോൾ അവിടെയുള്ള ക്രിമിനൽസിനെയോ അവരെല്ലാം തന്നെ കൊന്നു കളഞ്ഞേക്കണം. അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ യമദ മെമ്പേഴ്സിനെയും തിരികെ കൊണ്ടുവരും. അങ്ങനെ ജിക്ക അവരുടെ മാനേജറായി വന്ന ഔക്കിയോട്, നമ്മൾ പോകുന്നത് ഒരുപാട് ഡെത്ത് ആൻഡ് കെയോസിലേക്കാണ്. ആ ഐലൻഡിൽ വെച്ച് എല്ലാവരും മരിക്കും, ആരും തന്നെ അവശേഷിക്കില്ല എന്ന് ജിക്ക പറയുന്നു. അങ്ങനെ അവർ ആ ഐലൻഡിലേക്ക് എത്തിയതും ഒരു മോൺസ്റ്റർ വന്ന് അവരെ അറ്റാക്കിന് ശ്രമിക്കുന്നു. അങ്ങനെ മെയ് വേറെ ആരോ ഐലൻഡിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഷിയോൺ അത് എയ്സിന്റെ തീരുമാനപ്രകാരം നിയമിച്ച ഷൂഗൻ നയിക്കുന്ന ഒരു റിസർവ് ഗ്രൂപ്പ് ആയിരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഷൂഗനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഗബിമാറ് ചോദിച്ചപ്പോൾ സഗരി പറ്റുമെന്നും കൂടാതെ അയാൾ അവരുടെ ക്ലാനിലെ തന്നെ വൺ ഓഫ് ദ സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെമ്പറാണെന്നും പറയുന്നു. എന്നാൽ തമിയ അതുമാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, താവോ എന്ന ട്രിക്ക് കൂടി യൂസ് ചെയ്യാൻ അറിയണം. പക്ഷെ മെയ് അതൊരു ട്രിക്കല്ല എന്ന് പറഞ്ഞ് തമിയനെ ശകാരിക്കുന്നു. എന്നാൽ ഷൂഗൻ അതും ചിലപ്പോൾ വശമുണ്ടായിരിക്കുമെന്ന് പറയുന്നു. കാരണം ഷിയോണും ഷൂഗനും തമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയം അയാൾ എപ്പോഴും ഷിയോന്റെ 6th സെൻസിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അവനാണ് ഈ താവോയെ വേവ് എന്ന പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത്. അതേസമയം ഷൂഗൻ തന്റെ സോഡ് ഇസൂസുവിന് കൊടുത്ത ശേഷം അവരെ നേരിടാൻ വന്ന ആ മോൺസ്റ്ററിനെ താവോ യൂസ് ചെയ്ത് തന്നെ കൊന്നുകളയുന്നു. അയാൾ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ സൈഡിൽ അങ്ങനെ ഒരാളുള്ളത് നല്ലതല്ലേ എന്ന് നുറുകായി ചോദിച്ചപ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നതെന്ന് ഷിയോൺ പറയുന്നു. അപ്പോൾ യൂസിരിക, ഈ ഷൂഗണല്ലേ അന്നത്തെ ആ ഇൻസിഡൻറ്റിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ എന്ത് ഇൻസിഡൻ്റ് ആണെന്ന് അവർ ചോദിച്ചപ്പോൾ സഗരി, ചില സമയങ്ങളിൽ ഷൂഗൻ കുറച്ച് ഹാഷായിട്ടായിരിക്കും പെരുമാറുക.
അങ്ങനെ അവൾ ആ ഇൻസിഡന്റിനെ കുറിച്ച് വിവരിക്കുന്നു. പണ്ട് സിൽവർ സർപ്പന്റ് എന്നൊരു യക്കൂസ ഗ്യാങ്ങിന്റെ തലവനെ അവർ ക്യാപ്ചർ ചെയ്തപ്പോൾ അവരുടെ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ ലൊക്കേഷൻസ് തരാൻ അയാൾ കൂട്ടാക്കിയില്ല. ഇത് ഒഫീഷ്യൽസിന് ഒരുപാട് പ്രശ്നമുണ്ടാക്കി. അപ്പോഴാണ് ഷൂഗനെ അവർ വിളിക്കുന്നത്. അയാളപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി മെമ്പേഴ്സിനെ അവരുടെ ബോസിന്റെ മുമ്പിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഇതുമൂലം ബാക്കിയുള്ളവരുടെ ലൊക്കേഷൻസും കിട്ടി. അങ്ങനെ അവിടെ ക്ലാനിലടങ്ങിയ 20 മെമ്പേഴ്സിനെയും അവൻ കൊന്നുകളഞ്ഞു. ഇത് ഷോഗനെ ഇംപ്രസ് ചെയ്ത് അയാൾക്കൊരു സ്പെഷ്യൽ ഔട്ട്ഫിറ്റും ഫുറുബിറ്റ്സു കനക്കി എന്നൊരു ഫേമസ് ബ്ലേഡ് നൽകി. അങ്ങനെ ഷോഗനൈസിന്റെ ഇടയിലും അയാൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായി. അങ്ങനെ തമേക്ക് അപ്പോൾ ഇവൻ ഈവിളായ ആളുകളെല്ലാം കൊല്ലുന്ന ഒരു കൂൾ ഗൈ ആണല്ലേ എന്ന് ചോദിക്കുന്നു. അതേസമയം തന്നെ ഷൂഗൻ അവിടെയുള്ള ബാക്കി മോൺസ്റ്റേഴ്സിനെയും കൊന്നുകളയുന്നു. പക്ഷേ സഗിരിയും എന്നിരുന്നാലും അയാൾ ഒരു പാവം മനുഷ്യനാണ്. അയാൾ സ്റ്റുഡൻസിനോടെല്ലാം മാന്യമായാണ് പെരുമാറാറുള്ളത്. ഇപ്പോൾ ഹൂച്ചിയും ഇതുകൂടാതെ സഗിരിയുടെ ഫസ്റ്റ് ലവ് കൂടിയായിരുന്നു അയാളെന്നും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടപ്പോൾ സഗിരി ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നു. എന്നിരുന്നാലും അയാൾ കാരണമാണ് തനിക്കൊരു റാങ്ക് ലഭിച്ചതെന്ന് സഗിരി പറയുന്നു. അങ്ങനെ ഷൂഗൻ, സഗിരിയുടെ സ്കിൽസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ റാങ്ക് ഇവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് അവരോട് അപേക്ഷിച്ചതുകൊണ്ടാണ് സഗിരിക്ക് റാങ്ക് നൽകാൻ അവർ തീരുമാനിച്ചത് എന്ന് അവൾ ഓർക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്റേഴ്സിനെയും തീർത്ത ഷൂഗൻ ഇസൂസുവിനോടും കിയോമാറുവിനോടും താൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളാമെന്ന് പറയുന്നു. അങ്ങനെ അവർ മുന്നോട്ടേക്ക് നടക്കുന്നു. അങ്ങനെ സഗിരിയും നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞാൽ തീർച്ചയായും ഷൂഗൻ നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഷിയോൺ അത് നടക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. കാരണം സഗിരി കേട്ട കഥയിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. അതായത് ഷൂഗൻ ഈ യക്കൂസ ഗ്യാങ് മെമ്പേഴ്സ് അടങ്ങുന്ന 20 പേരെയും പിന്നെ ആ ക്ലാനിനെയും ചേർത്താണ് കൊന്നുകളഞ്ഞത്. അതായത് അവരുടെ ക്ലാനിൽ ഏകദേശം 100ഓളം ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെടുന്ന ഫാമിലീസിനെയും പേരൻസിനെയും ഈവൻ കൊച്ചു കുട്ടികളെ വരെ അവൻ കൊന്നുകളഞ്ഞിരുന്നു. അങ്ങനെ തന്നെ കുട്ടികളെ വരെ കൊല്ലുന്നത് കാണേണ്ടി വരുന്ന ആ ബോസ് അവരെങ്കിലും വെറുതെ വിട്ടോടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഷൂഗൻ, എനിക്കതിന് കഴിയില്ല. അങ്ങനെ ഞാനിവരെ വിട്ടാൽ നിന്റെ കുടുംബം നിന്റെ അതേ പാതയിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം തിന്മ ജനിക്കുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് മാത്രമല്ല, അവരുടെ ചുറ്റുപാടിൽ നിന്നും കൂടിയാണ്. അതിനാൽ അടുത്ത ജന്മത്തിലെങ്കിലും നീ നല്ലൊരു മനുഷ്യനെ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഇത് കേട്ട അയാൾ, നീ മനുഷ്യനല്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അതേസമയം ഷൂഗൻ അയാളെ കഴുത്തും വെട്ടിക്കളയുന്നു. അങ്ങനെ ഷൂഗൻ ഒരു നല്ല വ്യക്തിയായിരിക്കാം, പക്ഷെ അവനൊരിക്കലും ക്രിമിനൽസിനോട് പൊറുക്കില്ല. അതോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന യാമത മെമ്പേഴ്സിനെയും അവൻ വെറുതെ വിടില്ല. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അവൻ മനസ്സിലാക്കിയാൽ അവൻ ഒരിക്കലും ആരോടും ക്ഷമിക്കില്ല. അങ്ങനെ ഷൂഗൻ അവൻ്റെ മാസ്റ്ററായ ഏസിൻ്റെ ഡെഡ് ബോഡി അവിടെ വെച്ച് കാണുന്നു. ഇതേസമയം ഷൂഗൻ്റെ ഓർമ്മകൾ കാണിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അനാഥനായ ഷൂഗനെ ഏസനായിരുന്നു പിന്നീട് എടുത്തു വളർത്തിയത്. അങ്ങനെ ചെറുപ്പം മുതലേ അവൻ്റെ ഉള്ളിലുള്ള തീവ്രമായ ഹേട്രഡിനെ കുറിച്ചത് ഏസനായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാളുടെ മരണത്തെ തുടർന്ന് അവൻ്റെ മുഴുവൻ കൺട്രോൾ നശിക്കാറായ അവസ്ഥയിലേക്ക് ഷൂഗൻ പതിയെ മാറുന്നു. അങ്ങനെ അയാളെ ഓർത്ത് നിലവിളിച്ച് കരുന്ന ഷൂഗന്റെ അടുത്തേക്ക് ഇസൂസ വന്ന് നമുക്ക് ഉടനെ തന്നെ ബാക്കിയുള്ളവരെ കൂടി കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. ഷൂഗൻ അതിന് സമ്മതിച്ചെങ്കിലും അതിനു മുന്നേ ഏസിന്റെ ബോഡി സംസ്കരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവർ സംസ്കാര ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കെ ആ നിഞ്ച ഗ്രൂപ്പിന്റെ ലീഡറിന് ഇവർ വളരെ പവർഫുൾ ആണെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ജിക്കയെ നോക്കി ഇയാളെ മാത്രം തങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നു. അതേസമയം ജിക്ക തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർക്ക് ഗബിമാറുവിനെ കൊന്നതുകൊണ്ട് മാത്രം തങ്ങളുടെ മിഷൻസ് തീർത്ത് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്നു. പെട്ടെന്ന് തന്നെ ഒരു വല വന്ന നിഞ്ചാസിന്റെ മേത്തേക്ക് വീഴുന്നു. അങ്ങനെ അവരെല്ലാം ആ വലയിൽ പിടിച്ചു കൊണ്ടുപോകാൻ ടെൻസന്റെ ഓർഡർ പ്രകാരം വന്നതായിരുന്നു ദോഷി. എന്നാൽ ദോഷി സംസാരിക്കുന്നത് കേട്ട് ജിക്ക എന്നാൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറയുന്നു. എന്നാൽ ദോഷി തനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ ഷൂഗന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ബാക്കി 2 മെമ്പേഴ്സും ആ വല മുറിച്ച് കളയുന്നു. ശേഷം അവർ ചേർന്ന മോൺസ്റ്ററിനെ എല്ലാം കൊല്ലുന്നു. എന്നാൽ അവരുടെ ഈ പവർ കണ്ട് ആ നിഞ്ച ലീഡർ ആകൃഷ്ടയാവുന്നു. അങ്ങനെ ഇനി ഞങ്ങളുടെ സ്കിൽസ് കാണിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞ് അവർ ആ വലയിൽ കുടുങ്ങിയ നിഞ്ചകളെ വിളിക്കുന്നു. അങ്ങനെ ഓർഡർ കിട്ടിയതും അവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ഇൻഡിവിജ്വലി ഞങ്ങൾ നിങ്ങളുടെ അത്രയും പവർഫുൾ അല്ലെങ്കിലും ഗ്രൂപ്പായി വർക്ക് ചെയ്താൽ ഞങ്ങളെല്ലാം ഒരു ഗെന്നി ലെവലിലാണെന്ന് പറയുന്നു. അങ്ങനെ ഷൂഗന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും വേറൊരു മോൺസ്റ്റർ അയാളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷേ അയാൾ അതിനെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് വെട്ടി പീസ് ആക്കുന്നു. അങ്ങനെ അയാൾ തൻ്റെ വാള ഇരുമ്പ് വടിയിൽ അടിച്ചടിച്ച് റഫാക്കുന്നു. ഏസൻ മാറ്റാൻ ശ്രമിച്ച അയാളുടെ ഹേറ്റ്രഡ് വീണ്ടും ഷൂഗന്റെ ഉള്ളിൽ വന്നു നിറയുന്നു. അങ്ങനെ അയാൾ ഞാൻ നിങ്ങളെല്ലാം നരകെ അതിനെ എന്തെന്നറിയിക്കും എന്ന് പറയുന്നു. അങ്ങനെ അവൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ദോഷിയും വന്ന് അവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു. പക്ഷേ അയാളെ ഷൂഗൻ ബീറ്റ് ചെയ്യുന്നു. ശേഷം അയാളെ ടോർച്ചർ ചെയ്തുകൊണ്ട് ഈ ഐലൻഡിനെ കുറിച്ച് തനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറയുന്നു. അതിനായി അയാളുടെ ഫേസ് ഓരോന്നായി മുറിച്ച് കളയാൻ തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം ജിക്ക വന്ന് നമുക്ക് ഈ കിട്ടിയ എവിഡൻസ് വെച്ച് തിരികെ പോയി റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ ഷൂഗൻ അയാൾക്കല്ലേലും എപ്പോഴും വീട്ടിൽ പോകണമെന്ന ചിന്തയുള്ളൂ എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുന്നു. കാരണം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ജിക്ക അയാളെ സോഡ് പോലും പുറത്തെടുത്തിരുന്നില്ല. പക്ഷെ ജിക്ക കുറച്ച് സീരിയസ് ആവുന്നു. എനിക്കങ്ങനെ സോഡ് എടുക്കാൻ സാധിക്കില്ലെന്ന കാര്യം അറിയില്ലേ നിനക്ക്? പക്ഷെ ഷൂഗൻ ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യണമെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും മിസൂസ് വന്ന് അവരെ തടയുന്നു. അങ്ങനെ ഷൂഗൻ ശാന്തനായി അവൻ്റെ അപമര്യാദയ്ക്ക് ജിക്കയോട് ക്ഷമ ചോദിക്കുന്നു. ശേഷം ഷൂഗൻ
നമ്മൾ ഈ ഐലൻഡിലെ ജീവനുള്ള എല്ലാത്തിനെയും കൊന്ന് യാമദ ക്ലാൻ മെമ്പേഴ്സിന് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴേക്കും ആ നിഞ്ച ലീഡർ വന്ന് ബാക്കി ഇൻട്രോഗേഷൻ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറയുന്നു. അതേസമയം സഗരിയും ബാക്കിയുള്ളവരും ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്കിപ്പെട്ട അവസ്ഥയായെന്ന് പറയുന്നു. ഇതേസമയം ഷിയോൺ നമ്മൾക്ക് 2 ഗ്രൂപ്പായി തിരിയാം. അതായത് എലിക്സർ ഓഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ഒരു ഗ്രൂപ്പും പിന്നെ എസ്കേപ്പ് റൂട്ട് കണ്ടുപിടിക്കാൻ മറ്റേ ഗ്രൂപ്പും. പക്ഷെ അപ്പോഴും അവർക്ക് ഈ ടെൻഷനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആയതിനാൽ ഷിയോൺ താവോയുടെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ 5 ആട്രിബ്യൂട്ട്സ് വെച്ച് നമുക്ക് ടെൻഷനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് അയാൾ പറയുന്നു. പക്ഷേ യൂസരിക അതിനോട് യോജിക്കുന്നില്ല. കാരണം തൻ്റെ ലൈഫ് വെച്ച് വെറുതെ ഒരു റിസ്ക് എടുക്കാൻ അവൾക്ക് കഴിയില്ല. അതിലും നല്ലത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാ എന്ന് അവൾ പറയുന്നു. എന്നാൽ ഷിയോൺ അവളുടെ ആ നിലപാടിനോട് യോജിക്കുന്നു. കാരണം നമ്മളെല്ലാം അറിയാതെ ഒരു ടീമായതാണ്. അതിനാൽ നമുക്ക് ആരുടെ അടുത്തും കടപ്പാടിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ആവശ്യമില്ല. എന്നിരുന്നാലും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും ആരെയൊക്കെയാണ് നേരിടേണ്ടി വരുന്നതെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇനി എന്ത് ചെയ്യണമെന്ന്. എൻ്റെ കൂടെ വരേണ്ടവർക്ക് ഈ കേവിലേക്ക് വന്ന് നിൽക്കാം. പക്ഷേ അയാൾ പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ആ കേവിൽ വന്ന് നിൽക്കുന്നു. എന്നിരുന്നാലും അവർക്കെല്ലാം അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു ടീമായിരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ നുറുകായി കരഞ്ഞുകൊണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അയാളെ ഇടിക്കുന്നു. അങ്ങനെ ഷിയോൺ, എന്നാൽ ശരി, നിങ്ങളുടെ തീരുമാനം പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് പുറപ്പെടാം. കാരണം ഈ കേയോസായ സമയം തന്നെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള കറക്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് എപ്പിസോഡ് 4 അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.